സംഘികളുടെ ഊപ്പിയെക്കുറിച്ചുള്ള ഒരു മലയാളി IAS ഉദ്യോഗസ്ഥൻ്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ശ്രീറാം വെങ്കിട്ടരാമൻ അറിയാലോ, അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവമാണ്. സംഘികളുടെ പുണ്യഭൂമിയായ UPയിൽ സേവനം ചെയ്യേണ്ടി വന്ന കാലത്തെക്കുറിച്ച് അമൃത TV-യിൽ ആനി അവതരിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാൻ പോയപ്പോൾ നടത്തിയ തുറന്നു പറച്ചിലാണ്. കേരളമെന്ന് ഇവിടെ അപമാനിക്കുന്നവർ ചെവി തുറന്ന് കേട്ടോ. പ്രത്യേകിച്ച് സംഘികളുടെ വാത്സല്യപുത്രനാണല്ലോ ശ്രീറാം വെങ്കിട്ടരാമൻ. ആ ശ്രീറാം വെങ്കിട്ടരാമൻ തന്നെ സ്വന്തം അനുഭവത്തിൽ നിന്ന് UPയിലെ ആരോഗ്യ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ എന്താണെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. കേട്ടോളൂ. പോകണം, നേരിട്ട് പോയി കാണണം, എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതും ആൻഡ് യു കമ്പയർ ഇറ്റ് ടു, ഞാൻ ഒരു ചെറിയ കഥയും കൂടെ, ഭയങ്കര ബോറിംഗ് ആണ്, പക്ഷെ എന്നാലും ഇത് തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ പറയാം. ഞാനൊരു UPയിൽ പോയി, ഒരു ഗ്രാമത്തില്, ആൻഡ് ഇറ്റ്സ് ദാറ്റ് വില്ലേജസ് ഒരു ലെസ് ദൻ 100 കിലോമീറ്റേഴ്സ് ഫ്രം ഡൽഹി, നാഷണൽ ക്യാപിറ്റൽ, 100 കിലോമീറ്റർ അടുത്തുള്ള, സപ്പോസ് ടു ബി ദ ഡെവലപ്ഡ് സൈഡ് ഓഫ് UP ആണ്. അവിടെ ഞങ്ങള് വില്ലേജ് അറ്റാച്ച്മെന്റിന് പോയതാ. അപ്പൊ ഞങ്ങള് ഈ പറഞ്ഞ മാതിരി ഓരോരുത്തർക്കും ഓരോ സെക്ടർ തന്നു. അപ്പൊ ഞാൻ ഡോക്ടർ ആയിരുന്നുകൊണ്ട് ഹെൽത്ത് സെക്ടർ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഒരു 4000 പേരുള്ളൊരു ഗ്രാമം, അതിലൂടെ ഇങ്ങനെ നമ്മൾ നടക്കുക, ടിപ്പിക്കൽ ഒരു നോർത്ത് ഇന്ത്യൻ വില്ലേജ്. അതൊക്കെ നടക്കുമ്പോൾ ഞാൻ ഹെൽത്ത് സെക്ടർ എങ്ങനെയുണ്ട്, എത്ര ഡോക്ടർമാരുണ്ട് എന്നൊക്കെ അന്വേഷിച്ച് പോയപ്പോഴത്തേക്കും നാട്ടുകാരൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ വരും, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കുട്ടികളൊക്കെ ഡോക്ടർമാരത്തേക്ക് കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോൾ 4000 പേർക്ക് 9 ഡോക്ടർമാർ ആ ചെറിയ ഗ്രാമത്തിന്റെ അകത്ത്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി, 9 ഡോക്ടർമാരോ? പോയിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ മനസ്സിലായി 9 വ്യാജന്മാരാ. ആ എക്സ്പയറി തീർന്ന മരുന്ന് കുത്തിവെക്കുക, നീഡിൽ റീയൂസ് ചെയ്യുക, അയാൾക്ക് സ്റ്റെപ്പ് കഴുത്തിൽ വെക്കാൻ പോലും അറിയാത്ത ഒരാളുണ്ട്. ഇതൊന്നും ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നതല്ല, ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങൾ. ഞാൻ 3 പേരെ പൂട്ടിച്ചു, ഞാൻ തന്നെ അവിടെ ഇട്ട് അവർ പിന്നെ തുറന്നു കാണും, നമ്മുടെ ഒരു രസത്തിന് നമ്മൾ പൂട്ടിച്ചു. അതാണ് അവസ്ഥ. കേരളത്തിൽ എത്ര വ്യാജ ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്? ആരുമില്ല. ഡിഫറെന്റ് സ്ട്രീംസ് ഓഫ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവർ, ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് മെഡിസിൻ എന്ന് വരുന്നവരൊക്കെ ഉണ്ടാവും. ദിസ് ഇസ് ലൈക്ക് ഞാൻ MBBS ഡോക്ടറാന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. എടുത്ത് നോക്കിയപ്പോ 40 കൊല്ലം മുമ്പ് ഏതാണ്ട് ഒരു വർഷത്തേക്കാണ്ട് കോഴ്സ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റിൽ ഒന്ന് വയസ്സായി, 10-60 വയസ്സായി. ഞാൻ പോകുമ്പോ ഒരു കുട്ടി ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോവാ, കുപ്പിയുടെ നോക്കിയത് എക്സ്പയറി കഴിഞ്ഞു. നമ്മൾ ഇത്ര സിമ്പിൾ ആയിട്ടാ പറയുന്നത്. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ആലോചിച്ചു, നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ കേരളത്തില് ഇത് നല്ലൊരു ഈസി മെക്കാനിസം, ഒരു ടെക്നിക്കാണ്. കേരളത്തിൽ എത്ര വർഷം മുമ്പ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കാണും? 50, 60, 70, 100 വർഷം മുമ്പാ. അതിനുശേഷം ഒന്നും ഇങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ല. ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് സെന്ററിൽ ഇപ്പൊ ഈ മെഡിസിൻ എന്ന് പറഞ്ഞ പദ്ധതിയും കൂടി വന്നു കഴിഞ്ഞാൽ ആ ഡോക്ടേഴ്സ് വിൽ സ്റ്റാർട്ട് പ്രിസ്ക്രൈബിംഗ് ഓൺ ദ കമ്പ്യൂട്ടർ. എവിടെ ഇമാജിൻ ചെയ്യാൻ പറ്റും? ലോകത്തിലെ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഒരു കമ്പ്യൂട്ടറിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നു, ഒരു പേപ്പറും ഇല്ല. പേഷ്യന്റ് ഇവിടെ നിന്നിട്ട് അവിടെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ എന്റെ ഒരു നമ്പർ ഉണ്ട്, നമ്പർ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ എന്റെ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവും. അതിനകത്ത് പ്രിസ്ക്രിപ്ഷൻ അടിക്കുന്നു, അടുത്ത കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ ഫാർമസിയിൽ നിന്ന് ആ മരുന്ന് കമ്പ്യൂട്ടർ വഴി അവിടെ വരും, മരുന്ന് തരും, എല്ലാം ജനറിക് മെഡിസിൻ. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് പദ്ധതികൾ പൈപ്പ് ലൈനിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് വിൽ ബി ഗ്രാജുവൽ. അതിന്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വി സ്റ്റാർട്ട് ക്വസ്റ്റ്യൻ. അത് നല്ലതാ. ബിക്കോസ് ഇപ്പൊ നമ്മൾ ഇത്രയൊക്കെ ചെയ്താലും യു ഷുഡ് ക്വസ്റ്റ്യൻ, സോ ദാറ്റ് നാളത്തെ നമ്മുടെ പ്രിപ്പയർഡ്നെസ് അല്ലെങ്കിൽ റെസ്പോൺസ് ഇതിനേക്കാൾ സ്ട്രോങ് ആയിരിക്കും. ശരിക്കും ഇപ്പൊ ശ്രീ അവിടെ എല്ലാം പോയേച്ച് വന്നുകൊണ്ടാണ് ഇപ്പൊ ഞാനൊക്കെ അറിയുന്നത്. ഇല്ലേ നമ്മൾ അറിയാലല്ലോ, നമ്മൾ ഈ ഒരു ഇടയ്ക്കൊന്ന് നമ്മൾ ഒന്ന് കറങ്ങിയൊക്കെ വരുന്നത് നല്ലതാ. എന്നാ ചെയ്യാനൊക്കെ കണ്ടേച്ച് പോരാനല്ലേ ഒക്കത്തുള്ളൂ. പൂട്ടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ബട്ട് യു ഹാവ് ദ പവർ ടു ഡു ദാറ്റ്. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ ഓഡിയോ മാത്രം കേൾപ്പിച്ചത്. അമൃത ചാനലിൻ്റെ ഈ പ്രോഗ്രാമിൽ പോയാൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ കഴിയും. പക്ഷേ ഒരു സത്യം ഇങ്ങനെയാണെങ്കിലും പുറത്തു വന്നു. നമ്മുടെ നാട്ടിനെ ഊപ്പിയാക്കാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിനെ ഗുജറാത്താക്കി തരാമെന്ന് സംഘികൾ അവകാശപ്പെടുമ്പോൾ ഈ നാട്ടിലെ മനുഷ്യർക്ക് ഡേറ്റ് എക്സ്പയർ കഴിഞ്ഞ മരുന്നുകൾ, ഒരാൾക്ക് ഇഞ്ചക്ഷൻ നടത്തി അതേ സൂചി വെച്ച് മറ്റൊരാൾക്ക് ഇഞ്ചക്ഷൻ നൽകുന്നു. എന്തിനേറെ പറയുന്നു, ഇതെല്ലാം ചെയ്യുന്നത് വ്യാജ ഡോക്ടർമാർ. 4000 പേരെ ശുശ്രൂഷിക്കുക 9 ഡോക്ടർമാർ. കേരളത്തിലിരുന്ന് സകല സുഖലോലുപതകളും അനുഭവിച്ചുകൊണ്ട് ഈ സംഘി നാറികൾ നമ്മുടെ നാടിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു വൃത്തികെട്ട കോമരങ്ങളാണ്. സംഗീസം ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ തന്നെ അത് തുറന്നു പറയുമ്പോൾ നമ്മുടെ നാട് എത്രമാത്രം സുന്ദരമാണ്, നമ്മൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, നമ്മൾക്ക് കിട്ടുന്ന സംവിധാനങ്ങൾ, നമ്മൾക്ക് കിട്ടുന്ന സേവനങ്ങൾ, അത് നടപ്പാക്കാൻ സർക്കാർ നടത്തുന്ന ഇച്ഛാശക്തിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു പ്രതികരണമാണ്. ഇതൊക്കെ വ്യാജമാണ്, കൃത്രിമമാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, അനുഭവങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തി വെക്കുന്നതല്ലേ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരു കാര്യം പറയാം, അത് ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് പറയുന്നത്. കാര്യം ദിവ്യ എസ് അയ്യർ IAS ഈ അടുത്ത കാലത്ത് പിണറായി വിജയനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ ഈ അധികാരത്തിൻ്റെ ചില പോസ്റ്റുകൾ കിട്ടാൻ വേണ്ടിയാണെന്ന് പറയാറുണ്ടല്ലോ. കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും സത്യം പറയുമ്പോൾ
അതുപോലെ ഒരു IAS ഉദ്യോഗസ്ഥൻ ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ തൻ്റെ മുന്നിലേക്ക് വന്ന ചോദ്യത്തിന് അനുഭവത്തെ മുൻനിർത്തി മറുപടി പറയുമ്പോൾ ഈ നാടിലുള്ള പൗരൻ അല്ലെങ്കിൽ മലയാളി കേരളീയൻ എന്ന രീതിയിൽ അഭിമാനപൂർവ്വം ഈ രാജ്യത്ത് നമുക്ക് തല ഉയർത്തി നിൽക്കാം. കാര്യം നമ്മുടെ നാട്ടിലെ പൗരനു വേണ്ടി ആ രീതിയിലാണ് സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഏതുപോലെ കർണാടകയിൽ അർജുൻ എന്ന ഒരു മലയാളി മണ്ണിനടിയിൽപ്പെട്ടപ്പോൾ നമ്മുടെ നാടും നമ്മുടെ സംവിധാനവും ഉണർന്ന് പ്രവർത്തിച്ചത് കണ്ടില്ലേ? അതേ രീതിയിൽ നമ്മൾ ഇവിടെ സുരക്ഷിതരാണ്. ചോദിക്കാനും പറയാനുമൊക്കെ നമുക്കിവിടെ സംവിധാനങ്ങളുണ്ട്. പക്ഷേ മറിച്ച് UP-യിലൊക്കെ നോക്കൂ, മരുന്ന് കൊടുത്ത് രക്ഷപ്പെട്ട്. ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത്. സംഘികളുടെ വ്യാജ പ്രചരണം കേട്ട് നിങ്ങളാരും UP മധുര മനോജ്ഞ രാജ്യമെന്നൊന്നും തെറ്റിദ്ധരിച്ച് കളയല്ലേ. അവിടുത്തെ ജീവിത നിലവാരമായിക്കോട്ടെ ഏത് സൂചികൾ എടുത്താലും 29 സംസ്ഥാനങ്ങളിൽ ഏറ്റവും അവസാനം മാത്രം വരുന്ന ഈ സ്റ്റേറ്റൊക്കെ ഇവർ പറയുന്നതിനപ്പുറം ഒരു ചുക്കുമില്ലെന്ന് അനുഭവസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ.